നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു കോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബേസ് കേക്കിൽ നമ്മൾ മുട്ട ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യുന്നതിന് ഐസിങ് ടൂൾസ് ഒന്നും ആവശ്യമില്ല, മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമില്ല. നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കോഫി കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് അളവ് കപ്പൊന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അളവ് എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് എല്ലാ അളവൊന്നും എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മുഴുവനായിട്ട് ഗോതമ്പ് പൊടിയും അതിൽ അര ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയും അര ഗ്ലാസ് പാലുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു അര ഗ്ലാസ് പാല് അത് റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ചെറുനാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചോക്ലേറ്റ് ആണ്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഗാലക്സിയുടെ ഒരു 3 ചെറിയ പീസ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ട് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണിത്. നെസ്കഫെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ കോഫി പൗഡറും ചോക്ലേറ്റും വാനില എസൻസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചെറു ചൂടുള്ള വെള്ളം, അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാത്ത, അതായത് കോഫി പൗഡറിൻ്റെയൊക്കെ ആ തരികളൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലാസ്സിന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നമ്മുടെ സാധാരണ വീട്ടിലുള്ള സ്പൂണില്ലേ, ടീസ്പൂൺ, ചെറിയ സ്പൂൺ, അതിനകത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് ഉപയോഗിക്കരുത്. ഈ ഒരു 2 പിഞ്ച് കണ്ടില്ലേ, അത്ര മാത്രം മതി. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 3-4 തവണയെങ്കിലും ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം എന്നാണെങ്കിൽ ഒരു 3-4 തവണയെങ്കിലും, ഇതില്ലെങ്കിൽ ഇതുപോലെ തരികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഒരു തവണ അരിച്ചപ്പോൾ കണ്ടില്ലേ ഇത്രയും തരികളുണ്ട്. അപ്പോൾ ഒരു 3-4 തവണ അരിച്ചെടുത്തതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കൂടിയുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചുള്ള ചോക്ലേറ്റ് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ചോക്ലേറ്റും കോഫി പൗഡറൊക്കെയുള്ള ആ ഒരു മിക്സ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഓരോ ചേരുവകളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഇവിടെ നമ്മൾ ഏകദേശം എടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളെ വീട്ടിലുള്ള ടേബിൾ സ്പൂൺ ഉണ്ടാവുമല്ലോ, ഒരു ഇത്തിരി വലിപ്പമുള്ള സ്പൂൺ, ആ ഒരു സ്പൂണ് 4 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഇതിലോട്ടേക്ക് പൊടിച്ച പഞ്ചസാര, പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്, അര ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 ഗ്ലാസ് വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലോട്ടേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അര ഗ്ലാസ് പാൽ, റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു കൂട്ടൊക്കെ ഇതുമായിട്ട് ശരിക്കും ഒന്ന് ചേർന്ന് കിട്ടണം. നന്നായിട്ട് യോജിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് മൈദ ഉപയോഗിക്കാവുന്നതാണ് ഇതേ അളവിൽ. അപ്പോൾ ഒരുമിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. ഓരോ ബാച്ചായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഒരു 3-4 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ട പിടിച്ചിട്ട് നമുക്ക് അത്ര നമ്മൾ ആദ്യമേ തന്നെ മുഴുവൻ ചേർത്ത് കൊടുത്താൽ കട്ട പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ കേക്ക് ബാറ്റർ
ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത സമയത്ത് അത്യാവശ്യം കണ്ടില്ലേ നല്ല ടൈറ്റായിട്ടാണ് ഈ ഒരു ബാറ്റർ ഉള്ളത്. അപ്പോൾ 1/2 ഗ്ലാസ് പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ട, ഇത്തിരി കൂടി ലൂസായിട്ട് വേണം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ അടുത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്ലാസ്സിന് കറക്റ്റ് നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് പാൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി അഥവാ നിങ്ങൾ ഉണ്ടാക്കിയ ബാറ്ററിന് കുറച്ച് കട്ടി കൂടിയും തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതി. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ചായപാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കുക്കർ ഉപയോഗിക്കാം, ഇഡ്ഡലി പാത്രം ഉപയോഗിക്കാം, ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണയോ ബട്ടറോ തടവിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് ബേസിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഹോം മെയ്ഡ് ബട്ടർ പേപ്പർ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. മുഴുവൻ ബാറ്ററും ചേർത്ത് കൊടുത്തതിന് ശേഷം ചായപാത്രം ഒന്ന് തറയിൽ തട്ടിയിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിനുശേഷം ഉപയോഗിക്കാത്ത ഒരു തവ വെച്ച് അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ചൂടാക്കിയെടുക്കണം. നല്ലതുപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ചായപാത്രം ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 25 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റ് വരെയാണ് ഇത് റെഡിയായി കിട്ടാൻ എടുക്കുന്ന സമയം. അപ്പോൾ അത് ഫ്ലെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചിലപ്പോൾ സമയം കൂടാനും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഏകദേശം ആ ഒരു ടൈമിൽ നമുക്ക് ബേക്കായി കിട്ടും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുവാണെങ്കിൽ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ബേക്കായിട്ടില്ലെങ്കിൽ അതേ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് 5-10 മിനിറ്റ് നിങ്ങൾ അധികം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇനി ഏത് പാത്രത്തിനകത്താണെങ്കിലും കേക്ക് മാറ്റിയെടുക്കാൻ പാടുള്ളൂ. എന്നാലും മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ പാത്രം അത് മാറ്റി. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഐസിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുട്ടയുടെ വെള്ളയിൽ നിന്ന് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രീം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമൻറ്റിലും പിൻ ചെയ്യാം. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ക്രീമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് കൊക്കോ പൗഡറും കോഫി പൗഡറും കൂടിയുള്ള ഒരു കോമ്പിനേഷനായിട്ടാണ്. ഇത് കയ്യിലില്ല എന്നാണെങ്കിൽ ഈ ക്രീം മാത്രമായിട്ട് ഐസിങ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 1 ടീസ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി. കോഫി പൗഡർ മാത്രമായിട്ടും വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഒന്നുകൂടി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് 1 ടീസ്പൂണിനടുത്തൊക്കെ ആഡ് ചെയ്താൽ മതി. ഈ 3 കാര്യങ്ങളും ചേർത്തതിന് ശേഷം ക്രീം ജസ്റ്റ് ഒന്ന് നമ്മുടെ ബീറ്റർ ബ്ലേഡോ അല്ലെങ്കിൽ നിങ്ങൾ വിസ്കാണോ ഉപയോഗിക്കുന്നെങ്കിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ സ്പീഡിലിട്ടിട്ട് വളരെ കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ലതുപോലെ സ്റ്റിഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും കൂടുതൽ സമയം ബീറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഐസിങ് ചെയ്യാനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു കേക്ക് ഞാൻ 2 പീസായിട്ട് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നതായിട്ട് ഞാനൊരു ടേൺ ടേബിൾ വെച്ച് അതിനകത്ത് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ടേൺ ടേബിളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അതിനകത്തൊന്ന് ചെക്ക് ചെയ്യുക. ആദ്യത്തെ ലെയർ കേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പഞ്ചസാര പാനി ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇത് കുതിർത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാകുക. പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ടുള്ള മിക്സാണിത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ക്രീം ആവശ്യത്തിനുള്ള ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ഐസിങ് നൈഫൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പിറകിലോട്ട് മുന്നോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ലെയർ കേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു കേക്കിലും ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ക്രീം മുഴുവനായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഐസിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ഒരു 20 മിനിറ്റെങ്കിലും അത്യാവശ്യം എന്തായാലും ഒരു 20 മിനിറ്റെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
ഇത് കറക്റ്റ് ഞാനൊരു 20-25 മിനിറ്റ് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ. കേക്ക് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവേഴ്സൊക്കെ ഈ ഒരു ക്രീം വെച്ച് ചെയ്തെടുക്കാം. ഞാനൊരു സിമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നല്ലൊരു സോഫ്റ്റ് കേക്കാണ്. പിന്നെ ഇതിൻ്റെ ഐസിങ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ കേക്കായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സിമ്പിളാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.